ശക്തിയാണ്. സർവഭൂതങ്ങളിലും ശ്വാസമായി തപമിരിക്കുന്നവൾ, മനുഷ്യന്റെ നാഡിയിൽ ജ്വലിക്കുന്ന കുണ്ടലിനി ശക്തിയാണ് ഞാൻ. ഗ്രഹനക്ഷത്രങ്ങളുടെ കണ്ണിയാണ് ഞാൻ. വിഷ്ണുവിന്റെ സുദർശനവും ഞാൻ തന്നെ, മഹാദേവന്റെ ത്രിശൂലവും ഞാൻ തന്നെ. നിന്റെ അന്ധമായ അഹങ്കാരത്താൽ നീ മഹാദേവനെ അപമാനിക്കുകയാണ് ചെയ്തത്. ഈ ക്ഷണം തന്നെ എനിക്ക് നിന്നെ വധിക്കുവാൻ സാധിക്കും. പക്ഷെ നീ ഈ ശരീരത്തിന്റെ പിതാവായി പോയി. ഈ കർമ്മം ചെയ്തുകൊണ്ട് പിതൃഹത്യാ പാപത്തിന് കർമ്മബന്ധിതയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സതി, സതി തിരികെ വരൂ പുത്രി. സ്വന്തം പരിവാരങ്ങളോട് കൃപ കാണിച്ചാലും നിന്റെ കുടുംബാംഗങ്ങളോട് കൃപ കാണിച്ചാലും മംഗളം ചെയ്യൂ പുത്രി. ഞാൻ ആരുടെയും പുത്രിയല്ല, ഞാൻ ആരുടെയും സഹോദരിയുമല്ല. ഇപ്പോൾ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ സ്വന്തം ബന്ധമൊന്നുമില്ല. ഈ ശരീരത്തോടെ എല്ലാ ബന്ധങ്ങളെയും ഞാൻ പരിത്യജിക്കുന്നു. പ്രജാപതി, നിന്റെ അജ്ഞതയുടെയും അഹങ്കാരത്തിന്റെയും കാരണത്താലാണ് ഈ ശരീരത്തെ ഞാൻ ഇന്ന് ത്യജിക്കുന്നത്. മഹാദേവൻ പത്നിവിഹീനനായിരിക്കുന്നതാണ്. സമസ്ത പ്രപഞ്ചത്തിന്റെയും രക്ഷിതാവായ ശിവൻ ഒരിക്കലും ഇനി ജന്മമെടുക്കില്ല. മഹാദേവന്റെ ക്രോധത്തിന് ഭാജനമാകുവാൻ തയ്യാറായാലും പ്രജാപതി, അതൊരിക്കലും നീ മാത്രമല്ല, സമസ്ത പ്രപഞ്ചവും അനുഭവിക്കേണ്ടതായി വരും നിന്റെ ദുഷ്കർമ്മങ്ങളുടെ പരിണാമം. ഈ ശരീരത്തിന് ജന്മം നൽകിയ ധാത്രി മാതാവ് പ്രസൂതി മാതാവിന് എന്റെ പ്രണാമം. ഈ ശരീരത്തിന്റെ എല്ലാ സംബന്ധികൾക്കും എന്റെ അന്തിമ പ്രണാമം. എന്റെ മഹാദേവനെ ഈ തരുണം നമിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ യോഗ്യ ശരീരത്തെ സ്വയം ഊർജിതമായ യോഗാഗ്നിയിൽ ഭസ്മീകരിക്കുകയാണ്.